കരയുന്ന ഹിന്ദുവല്ല നമുക്ക് വേണ്ടത്, പകരം അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പിടിച്ചു വാങ്ങുന്ന ഹിന്ദു എന്ന് കേരളത്തിൽ ജനിക്കുന്നുവോ? അദ്ദേഹം വളരെ സത്യസന്ധമായി ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ്, BJP ആണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നതെങ്കിലും ഒരു BJP-ക്കാരൻ്റെയോ ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ യാതൊരു ഇടപെടലുകളും കൂടാതെ അത്തരം അവസരങ്ങളെ തല്ലിത്തകർക്കുന്നതിന് വേണ്ടി പദ്ധതിയിട്ടുകൊണ്ട് ക്ഷേത്ര സമിതികളിൽ നുഴഞ്ഞു കയറി നമ്മുടെ ക്ഷേത്രങ്ങളെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുന്ന തരം. ഇന്നത്തെ വീഡിയോ കേരളത്തിലെ ഓരോ ഹൈന്ദവ വിശ്വാസിയും നിർബന്ധമായും കാണണം. കാരണം പ്രത്യക്ഷമായി നമ്മളൊന്നും കാണുന്നില്ല എങ്കിലും ഓരോ പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളെ വലിയ രീതിയിലുള്ള കലാക്ഷേത്രങ്ങളായും സാംസ്കാരിക കേന്ദ്രങ്ങളായും വിദ്യാഭ്യാസ ഹബ്ബുകളായും മാറ്റിയെടുക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നിട്ടും അത്തരം അവസരങ്ങളെ തല്ലിത്തകർക്കുന്നതിന് വേണ്ടി പദ്ധതിയിട്ടുകൊണ്ട് ക്ഷേത്ര സമിതികളിൽ നുഴഞ്ഞു കയറി നമ്മുടെ ക്ഷേത്രങ്ങളെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുന്ന രാഷ്ട്രീയക്കാരെ ക്ഷേത്രങ്ങളിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ ഓരോ വിശ്വാസിയും തയ്യാറാകണം. ഇപ്പോ സമത്വഭാരതി എളവൂരിലെ ഒരു ക്ഷേത്രത്തിന്റെ കാര്യത്തിലാണ് ഇടപെട്ടിരിക്കുന്നത് എങ്കിലും ഇന്ന് മുതൽ ഓരോ ഹൈന്ദവ വിശ്വാസിയും വീടിന് പുറത്തോട്ടിറങ്ങി കണ്ണ് തുറന്ന് നോക്കിയാല് ഈ ക്ഷേത്രത്തിന്റെ പ്രതിരൂപമായിട്ടായിരിക്കും നിങ്ങളുടെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തെയും നിങ്ങൾക്ക് തോന്നുക. ഓരോ പ്രദേശങ്ങളിലും ഒരു 100 പേര് വീതം ഒരു തപസ്സായി കണക്കാക്കി ഇറങ്ങി തിരിച്ചാല് നമുക്ക് നമ്മളുടെ ക്ഷേത്രങ്ങളെ മാറ്റിയെടുക്കാം. അതിനുള്ള കേന്ദ്ര പദ്ധതികൾ നിലവിലുണ്ട്. വേദപാഠശാലകള്, ആയുർവേദ പഠന കേന്ദ്രങ്ങള്, കലാപഠന കളരികള്, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശങ്ങളിലും 10 പൈസ ചെലവില്ലാതെ സ്ഥാപിക്കാം. ഇതൊക്കെ നമ്മളുടെ മക്കൾക്കല്ലേ ഗുണം ചെയ്യുന്നത്? അപ്പോ കരയുന്ന ഹിന്ദുവല്ല നമുക്ക് വേണ്ടത്, പകരം അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പിടിച്ചു വാങ്ങുന്ന ഹിന്ദു എന്ന് കേരളത്തിൽ ജനിക്കുന്നുവോ അന്ന് ഹിന്ദു കേരളത്തിൽ രക്ഷപ്പെടും. അപ്പോ ആ അവസരങ്ങളെ കുറിച്ച്, സത്യം പറഞ്ഞാല് ആ തല്ലിത്തകർക്കപ്പെട്ട അവസരങ്ങളെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ പ്രശസ്ത ചാക്യാർകൂത്ത് കലാകാരനായിട്ടുള്ള ശ്രീ എളവൂർ അനിലിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കുക. എന്നിട്ടും ഹിന്ദു ഉണരുന്നില്ല എങ്കില് സ്വന്തം കുടുംബകാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുവിനെ രക്ഷിക്കാൻ പിന്നെ ആർക്കും സാധിക്കില്ല. നമ്മുടെ എളവൂരിനെയും എളവൂരിൻ്റെ ഹൃദയമാകുന്ന എളവൂർ പുത്തൻകാവിലമ്മയുടെ ക്ഷേത്രത്തെയും ചുറ്റിക്കറങ്ങി കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളായി പലതരത്തിലുള്ള വർത്തമാനങ്ങൾ ഇങ്ങനെ വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പകർന്നാടുന്നത് കാണാൻ സാധിച്ചു. ഞാൻ ഒരു എളിയ കലാകാരൻ എന്നുള്ള നിലയിൽ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ എളവൂർ അനിൽ എന്ന് അറിയപ്പെടുന്ന എനിക്ക് കിട്ടുന്ന ഒരു ഗരിമ, ഒരു ബഹുമാനം, അത് തികച്ചും എൻ്റെ പെരുമാറ്റം കൊണ്ടോ എൻ്റെ ഗുണം കൊണ്ടോ ഒന്നുമല്ല എന്ന് എനിക്കറിയാം. കാരണം എളവൂർ തൂക്കം, എളവൂർ പുത്തൻകാവിലമ്മയുടെ മണ്ണിൽ നിന്ന് വരുന്ന ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ കിട്ടുന്ന ബഹുമാനമാണെന്നുള്ളതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം സത്രത്തെക്കുറിച്ചും അതിനു മുൻപ് പറയെഴുന്നള്ളിപ്പിനെക്കുറിച്ചും അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സനാതന ധർമ്മങ്ങൾക്ക് മൂല്യച്യുതി വരും വിധത്തിലുള്ള പല പ്രവർത്തനങ്ങളും നിലവിലുള്ള ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഏറെ മനോവിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. മറ്റൊന്നുമല്ല, എവിടെ കലയുണ്ടോ അവിടെ കലാപമില്ല എന്ന ആപ്തവാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പുത്തൻകാവിലമ്മയുടെ മണ്ണിൽ കുറേ കാലങ്ങൾക്ക് മുൻപ് ഞാനും അതുപോലെ ഉണ്ണിമാഷവും ഒക്കെ ചേർന്ന്, അന്നത്തെ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും ചേർന്ന് അതിമനോഹരമായ രീതിയിൽ എളവൂർ കലാക്ഷേത്ര എന്ന് പറയുന്ന ഒരു കലാക്ഷേത്രം, ഒരു കലാകുടുംബം അവിടെ വളരെ സന്തോഷത്തോടു കൂടി വസിച്ചു വന്നിരുന്നു. ഒട്ടനവധി കലകൾ, ചെണ്ട, മൃദംഗം, വയലിൻ, പാട്ട് എന്നിങ്ങനെ നൃത്തം, എല്ലാ കലകളും അഭ്യസിപ്പിക്കുന്ന ഒരു വലിയ കലാക്ഷേത്രമായി മാറാൻ വേണ്ടുന്നതായ എല്ലാ സൗകര്യങ്ങളിലേക്കും പകർന്നാടുവാൻ വേണ്ടിയുള്ള ആ ഉദ്യമത്തെ തുരങ്കം വയ്ക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങളായിട്ടാണ് നിലവിലുള്ള ക്ഷേത്ര ഭാരവാഹികളുടെ പെരുമാറ്റം. ഇത് പറയാൻ കാരണം ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങളവിടുന്ന് പോരേണ്ടി വരികയും ഞങ്ങൾക്ക് അവിടെ സ്ഥാനമില്ലാതെ വരികയും സ്ഥാനത്തേക്കാൾ ഉപരി കലയെ വേണ്ട വിധത്തിൽ പരിപാലിക്കാൻ സാധിക്കാതെ വരികയും അവിടെ ഫാൻ ഇടാൻ പാടില്ല, അവിടെ കറണ്ട് ഉപയോഗിക്കാൻ പാടില്ല, കറണ്ട് ചാർജ് അടയ്ക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകളെല്ലാം
കമ്മിറ്റിയിൽ നിന്ന് വന്നപ്പോഴാണ് അവിടെ നിന്ന് മുഴുവൻ കലാ അഭ്യസനത്തിന് പുത്തൻകാവിലമ്മയുടെ തിരുമുറ്റത്തേക്ക് വന്ന കുട്ടികളെയും കൊണ്ട് ആ കലാകാരന്മാർക്കും അധ്യാപകർക്കും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കൊക്കെ പുറത്തേക്ക് പോരേണ്ട ഒരവസ്ഥയുണ്ടായത്. ഞാനും ജോഷിയുമൊക്കെ അടങ്ങുന്ന, ഉണ്ണിമാഷൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സത്യത്തിൽ ബെന്നി ബെഹനാനെ കാണുകയും ആ കാലത്ത് ഈ കലാകേന്ദ്രത്തിന് വേണ്ടുന്നതായ എല്ലാ സഹായവും അഭ്യർത്ഥിക്കുകയും അദ്ദേഹം വളരെ സത്യസന്ധമായി ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ്, BJP ആണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നതെങ്കിലും ഒരു BJPക്കാരൻ്റെയോ ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ യാതൊരു ഇടപെടലുകളും കൂടാതെ വള്ളത്തോൾ കേരള കലാമണ്ഡലം പോലുള്ള ഒരു കലാമണ്ഡലം, ഒരു കലാ സങ്കേതം ഇളവൂർ പുത്തങ്കാവിലമ്മയുടെ മണ്ണിൽ സാധിക്കാവുന്നതാണ്. അതിന് നിങ്ങൾ നൽകേണ്ട അതിൻ്റെ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതെങ്കിൽ നിങ്ങൾക്കതിന് വേണ്ട എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരാം, അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാം എന്നെല്ലാം പറഞ്ഞ് പോന്നതാണ്. നാളിതുവരെ അവിടെ കലാകാരന്മാരെ അപമാനിക്കും വിധത്തിൽ, കലാപഠനം ചെയ്യുന്നവരെ അപമാനിക്കും വിധത്തിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെയായി അവിടെ നിന്ന് എല്ലാവരെയും ചവിട്ടി പുറത്താക്കുന്നത് പോലെ ചില കലുഷിത ബുദ്ധിയുള്ള ചില വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു ചരിത്രമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കലാ പാഠശാല തുടങ്ങുകയും അതിൽ ചിലർക്ക് പഠിക്കാം, ചിലർക്ക് പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളും വ്യക്തിപരമായ ആ ആഗ്രഹങ്ങളെ നടപ്പിലാക്കും വിധത്തിലുള്ള ഒരു കലാപഠന രീതികളുമൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നു വരുന്നത്. അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിലെ എങ്ങും അറിയപ്പെടുന്ന ഒരു വലിയ കലാക്ഷേത്രത്തിനുള്ള സാധ്യതയും പുത്തങ്കാവിലമ്മയുടെ അനുഗ്രഹത്തോടു കൂടി അവിടെ സാധിക്കാവുന്നതാണ്. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കേണ്ടവർ തന്നെ ഇതിനെയൊക്കെ തുരങ്കം വയ്ക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഏറെ സങ്കടകരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് നിലവിലുള്ള ഭരണാധികാരികൾ ഒന്നുകിൽ കണ്ണു തുറക്കുകയോ സ്വയം അതിനു വേണ്ട സംവിധാനങ്ങളിലേക്ക് മാറുകയോ ചെയ്യുക, അല്ല എങ്കിൽ സ്വയം സ്ഥാനമൊഴിഞ്ഞ് അതിന് പ്രാപ്തമായവർക്ക് ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.